നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വേരിറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി UDF സർക്കാർ. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും കർശനമായി തടയും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില കച്ചവടം അനുവദിക്കില്ല. റോഡ് അപകടം നിയന്ത്രിക്കാൻ പദ്ധതി. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പുതിയ മദ്യനയം രൂപീകരിക്കാൻ UDF സർക്കാർ. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രാഥമിക ചർച്ച നടത്തും. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ ആലോചന. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക്. സംസ്ഥാനത്ത് പവർ കട്ടല്ല, പവർ ഫെയിലിയർ എന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ട് നന്ദി അറിയിച്ച മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഈ മാസം 26-ന്. ലൈഫ് പദ്ധതി നിർത്തലാക്കിയാൽ ശക്തമായി എതിർക്കുമെന്ന് MV ഗോവിന്ദൻ. പുനരന്വേഷണങ്ങളെ ഭയക്കുന്ന പാർട്ടിയല്ല CPM എന്ന് EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് തോൽവി കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുന്നു. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ നടപടിയെന്ന് ഇടതുപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മന്ത്രി KA തുളസി. 10 വർഷം ഭരിച്ചിട്ട് വിഷയത്തിൽ ഇടപെടാത്തവർ ഇപ്പോൾ സമരത്തിനിറങ്ങുന്നുവെന്നും മന്ത്രി. ഇന്ന് കുടിയൊഴിപ്പിക്കൽ നടപടി ഉണ്ടാകില്ല. സാവകാശം തേടി സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. തൃശൂർ നഗരത്തിൽ പരിഭ്രാന്തി പടർത്തി ആന ഇടഞ്ഞു. കാറും ഓട്ടോയും ബൈക്കുകളും തകർത്തു. വീടുകൾക്കും കേടുപാട്. വിരണ്ടോടിയത് കൊല്ലത്ത് നിന്നും കൊണ്ടുവന്ന ശിവം ലക്ഷ്മി അയ്യപ്പൻ. 2 മണിക്കൂറോളം നീണ്ട പരാക്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. ലഡാക്കിലെ ലേക്ക് സമീപം ടാങ്ക് സ്റ്റൈൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കരസേന. ചീറ്റ ഹെലികോപ്റ്റർ തകർന്നത് ബുധനാഴ്ച. ഒരു കേണൽ ഉൾപ്പെടെ 3-ാം ഇൻഫൻട്രി ഡിവിഷനിലെ 3 മുതിർന്ന ഉദ്യോഗസ്ഥർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകട കാരണം പ്രതികൂല കാലാവസ്ഥയെന്ന് പ്രാഥമിക നിഗമനം. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. കൂട്ടിയത് പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയും. 10 ദിവസം കൊണ്ട് കൂടിയത് 4 രൂപ 81 പൈസ. CNG വില 1 രൂപ കൂടി. വില കുതിച്ചുയരുന്നത് പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പിന്നാലെ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ. 4 ദിവസത്തെ സന്ദർശനത്തിൽ. ഇന്ത്യ-US വ്യാപാര കരാർ, പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ളവ ചർച്ചയാകും. ഇന്ന് മോദിയുമായി കൂടിക്കാഴ്ച. കോട്ട് വിദേശകാര്യമന്ത്രിതല ചർച്ചയിലും പങ്കെടുക്കും. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് രാജിവെച്ചു. ട്രംപുമായി ഭിന്നതയെന്ന് സൂചന. ബംഗളൂരുവിലെ മടിവാളയിൽ മലയാളി പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ കേസിൽ പ്രതി ഹൈനസ് അറസ്റ്റിൽ. പ്രതി അറസ്റ്റിലായത് വയനാട്ടിൽ നിന്നെന്ന് സൂചന. ചോദ്യം ചെയ്യലിനായി ബാംഗ്ലൂരിലെത്തിച്ചു. പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുക്കാൻ വിസമ്മതിച്ച മടിവാള SHOക്കെതിരെ വകുപ്പ് തല നടപടി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ അറബിക്കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിക്ക് പുറമെ മധ്യ കിഴക്കൻ അറബിക്കടലിന് സമീപത്തായി മറ്റൊരു ചക്രവാത ചുഴിയും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.